പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. നല്ല ചൂടോടുകൂടി കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പിയാണ് ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 250 ml കപ്പിന് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ കൂട്ടിയെടുത്താൽ മതി. പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ള് ഉപ്പ്, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനുള്ള ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ള് ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഇതിൽ പെട്ടിട്ടില്ല. ഒരു നുള്ള് ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 4 ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. ഇനി നമ്മൾ പൊടി എടുത്തിട്ടുള്ള അതേ കപ്പിന് ഒരു കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അത് കുറേശ്ശെയായിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചിട്ടൊന്ന് മാവാക്കി എടുക്കുക. മുഴുവനായിട്ടും ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കരുത്. ഓരോ പൊടിക്കും ഓരോ അളവായിരിക്കും വെള്ളത്തിൻ്റെ. അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത്. കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കലക്കിയെടുക്കുക. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് വെള്ളം മാത്രമാണ് എനിക്കിതിൽ ബാക്കി വന്നിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് കലക്കിയെടുക്കുക. ഒരുപാട് ലൂസായി പോവാത്തൊരു മാവാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിക്കുള്ള മാവാണ് നമുക്ക് വേണ്ടത്. ഒരു 1/4 കപ്പ് വെള്ളം മാത്രമാണ് എനിക്ക് ബാക്കി വന്നിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിതിൽ വേണ്ടത് 2 നേന്ത്രപ്പഴം വേണം. ഞാൻ ചെറിയ 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ ഒരു നേന്ത്രപ്പഴമൊക്കെ മതിയാവും. അപ്പോൾ ഞാനൊരു ചെറുതും ഒരു മീഡിയം സൈസുള്ള നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. എല്ലാം കൂടി ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുത്ത ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. ഒരു കപ്പ് ഗോതമ്പ് പൊടിയും ഒരു നേന്ത്രപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനി എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് സ്പൂൺ വെച്ചിട്ട് നമ്മളിങ്ങനെ ഇതുപോലെ കോരി ഇട്ട് കൊടുത്താൽ മതി. നല്ല മഴയൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല ചൂട് ചായയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ്. നമുക്ക് പഴംപൊരി ഉണ്ടാക്കുന്ന അത്രയൊന്നും ടൈം നമുക്കിതിന് എടുക്കുന്നില്ല. വേഗത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. നമ്മളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പോൾ ഒരു ഭാഗം ആയി വന്നാൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് 2 ഭാഗവും തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഈ ഒരു കളറായി വരുമ്പോൾ അത്രയും മതി കേട്ടോ. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആക്കി എടുക്കണ്ട. തീ നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് എടുത്താൽ മതി. എടുക്കുന്ന ആ ടൈമിൽ ഒന്ന് ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് വേണം നമുക്ക് ഈ ഒരു സ്നാക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാനായിട്ട്. അപ്പോൾ ഒരുപാട് ബ്രൗൺ കളറൊന്നും ആക്കാതെ ഈ ഒരു കളറായി വരുമ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റി കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ളതും അതുപോലെ തന്നെ സ്പൂണിലൊക്കെ കോരിയിട്ടിട്ട് അതുപോലെ ഫ്രൈ ആക്കി എടുത്താൽ മതി. വളരെ സിമ്പിളല്ലേ നമ്മൾ ഇന്നത്തെ സ്നാക്ക്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഒരു കപ്പ് ഗോതമ്പ് പൊടിയും ഒരു നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ നമുക്കൊരു പ്ലേറ്റ് നിറയെ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.